സ്റ്റാർട്ടായോ? എവിടുന്ന പാട്ട്? പ്രിയപ്പെട്ടവരെ, ഈ ലൈവ് ഒന്ന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ക്രൗഡ് ഫണ്ടായി പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്റെ ഒരു ചികിത്സാ ദൗത്യം ഒരു നാട് ഏറ്റെടുത്തുകൊണ്ട് അത് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വൈൻഡപ്പ് ചെയ്യുന്ന ഏറ്റവും സുതാര്യമായിട്ടുള്ള ഒരു ലൈവാണ്. പ്രിയപ്പെട്ട എല്ലാ ആളുകളും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഷെയർ ചെയ്യണേ. വോയിസ് ഉണ്ടോ നോക്കണം അതില് പെട്ട ലൈവില്. ഓക്കെ ഓക്കെ, ഗ്രൂപ്പിലോട്ട് കൊടുക്കണേ. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പെരുവയിൽ പഞ്ചായത്തിലെ വെള്ളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കരൾ രോഗിയായിട്ടുള്ള ഈ നാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്ന നിതിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗുരുതരമായിട്ടുള്ള കരൾ രോഗം ബാധിച്ചുകൊണ്ട് വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനാണ്, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന പ്രിയപ്പെട്ടവനാണ്. അവനൊരു പ്രയാസം വന്നപ്പോൾ നമുക്കറിയാലോ, ആ പ്രദേശത്തുള്ള ജനങ്ങളും പൊതുസമൂഹവും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയല്ലാതെ ഇത്തരം പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വേദനകളോ വരുമ്പോൾ നമുക്ക് മറ്റൊരു മാർഗങ്ങൾ നമ്മുടെ മുമ്പിലില്ല. നിതിൻ ചികിത്സാ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സണാണ് പ്രിയപ്പെട്ട മിനിച്ചേച്ചി, വാർഡ് മെമ്പർ, പ്രിയപ്പെട്ട കൺവീനർ കോയക്ക, പ്രിയപ്പെട്ട ട്രഷറർ മിഥുൻ, അതേപോലെ തന്നെ സനൂപ്, പ്രിയപ്പെട്ട സഹഭാരവാഹികൾ, പ്രിയപ്പെട്ട ഈ നാട്ടിലെ പൊതുപ്രവർത്തകന്മാർ എല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആദ്യം ആ വീഡിയോ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കാം. ഇതായിരുന്നു നിങ്ങൾക്ക് മുമ്പിലേക്ക് പങ്കുവച്ചിട്ടുള്ള ഒരു തർക്കവുമില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരാൾ മറ്റുള്ളവന്റെ മുമ്പിലേക്ക് തന്റെ സങ്കടം പറയുന്നത് തനിക്ക് പറ്റാത്ത സമയത്താണ്. മറ്റു മാർഗങ്ങൾ എല്ലാ ആളുകളും കണ്ണീര് കാണിക്കുന്നത് മറ്റു വാതിലുകൾ തുറക്കാത്ത സമയത്താണ്. പ്രിയപ്പെട്ട നിതിന് ഇത്രയും മാരകമായ പ്രയാസങ്ങൾ വന്നപ്പോൾ വളരെ പെട്ടെന്ന് അതിന്റെ ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്? നമുക്കറിയാലോ, ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വേദന നമുക്ക് നല്ല സുഖമാണ്. ഒരു മൊബൈൽ അവിടെ കൊണ്ടുവച്ച് ഒരുത്തന്റെ കണ്ണീരും സങ്കടവും ഒപ്പിയെടുക്കുമ്പോൾ നമ്മളെ വീട്ടിലോ നമ്മളെ കുടുംബത്തിലോ ആണെങ്കിൽ നമുക്ക് എത്രമാത്രം സങ്കടമുണ്ടാവും, എത്രമാത്രം വേദനയുണ്ടാവും. ആ സങ്കടം ഒപ്പിയെടുത്തതിന് ശേഷം അവൻ ജനങ്ങളോട് കരയുകയും ചെയ്തു. അവന്റെ കുടുംബം മറ്റുള്ളവന്റെ മുമ്പിൽ സഹതാപത്തോടു കൂടിയുള്ള നോട്ടത്തിന് ഇരയാവുകയും ചെയ്തു. ആ കുടുംബത്തിന്, ആ സഹോദരന്, അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ ജനങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് സഹായം കിട്ടാതായി പോയാലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അവിടെയാണ് ഒരു നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു നാട്ടിലെ കൂട്ടായ്മകൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി എങ്ങനെയാണ് ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കാണിച്ചു തരുന്നത് ഇതേപോലെയുള്ള നാട്ടുകാരും ഇതേപോലുള്ള ജനകീയ കമ്മിറ്റികളും ഒരുമിച്ച് കൈകൾ കോർക്കുമ്പോഴാണ്. നിതിന്റെ സങ്കടം ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവച്ചു. നിതിന്റെ അവസ്ഥ വേദനാജനകമായി കാണുകയും ചെയ്തു. ആ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ ഇന്ന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇങ്ങനെ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കാനുള്ളത്. നമുക്കറിയാലോ, ഇത്തരം സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ജനങ്ങളെ മുമ്പിലേക്ക് വരുമ്പോൾ പലർക്കും സംശയങ്ങളാണ്. പലതരത്തിലുള്ള അക്കൗണ്ട് സംബന്ധമായ സംശയങ്ങൾ. അവരെ അക്കൗണ്ടിലെ കണക്കുകൾ പുറത്തു വിടില്ലേ, അക്കൗണ്ടിലെ എന്തെങ്കിലും തിരിമറികൾ നടന്നിട്ടുണ്ടാവോ, അവിഹിത ഇടപാടുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവോ, അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്നൊക്കെ സംശയത്തോടു കൂടി നിൽക്കുന്ന ചില നാട്ടുകാരും ചില ആളുകളുണ്ടാവും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെയൊക്കെ സാമൂഹിക ചുറ്റുപാടുകൾ അങ്ങനെ ആയതുകൊണ്ടാണ് അത്തരം സംശയങ്ങളൊക്കെ. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ മുമ്പിലേക്ക് വരുമ്പോൾ അത് കൃത്യമായി ഉത്തരവാദിത്തത്തോടു കൂടി അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രിയപ്പെട്ട നാട്ടിലെ ഓരോ ആളുകളും കൂടിയിട്ട് നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് പങ്കുവെച്ചത് കൊണ്ട് മാത്രമാണ് ഇത് പബ്ലിക് ലൈവിലൂടെ
ഈ ചികിത്സാ സംബന്ധമായ വിഷയങ്ങൾ ക്ലോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ആരും അറിയാതെ മറ്റുള്ള നിതിന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായിട്ടുള്ള മാത്രം കളക്ഷൻ ആയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം ലൈവിലൂടെ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കില്ല. പക്ഷേ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെച്ചു, ജനങ്ങൾ സഹായിച്ചു, പൊതുസമൂഹം സഹായിച്ചു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ അവരുടെ കൃത്യമായ ഉത്തരവാദിത്വം നിറവേറ്റിയത് കൊണ്ടാണ് പ്രിയപ്പെട്ട നിതിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടുമുള്ള നന്ദി ഈ നാട്ടിന് വേണ്ടി അറിയിക്കുകയാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ സംസാരിക്കും. പൊതുസമൂഹത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു, വീഡിയോ ഷെയർ ചെയ്ത പ്രിയപ്പെട്ടവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു, പ്രാർത്ഥിച്ചവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു, എല്ലാവരോടും മനസ്സ് നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ നേരത്തെ കോയക്ക പറഞ്ഞതുപോലെ ഒരു നാട്ടിൽ ഒരു വിഷയങ്ങളല്ല, ഒരു മാസത്തിൽ 5, 6, 7, 8 വീഡിയോകളാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കേണ്ട സാഹചര്യം വരുന്നത്. ഒരു വീഡിയോ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, 10, 15 ദിവസം നമുക്ക് എടുക്കാം. പക്ഷെ 5, 8, 10 വീഡിയോകൾ വരുമ്പോ ജനങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് സഹായിച്ച ആളുകൾ തന്നെയാണ് ഓരോ വീഡിയോകൾ വരുമ്പോഴും ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ, കണക്കുകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഏറ്റവും നന്ദി പറയേണ്ടത് വ്യക്തിപരമായി ഈ കമ്മിറ്റിയോടാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ പോയിട്ടുണ്ടെങ്കിലും കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സഹോദരി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വളരെ സജീവമായിക്കൊണ്ട് വലിയ നിലപാടെടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മിനി ചേച്ചിയുടെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കോയക്ക ഇവിടുത്തെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വലിയ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരാണ്. അതേപോലെ തന്നെ നിതിന്റെ പ്രയാസവും സങ്കടവും പറഞ്ഞ് 2 തവണ എന്റെ മുമ്പിൽ വന്ന് 2 കുട്ടികൾ, എനിക്ക് തോന്നി 2 ചെറുപ്പക്കാരാണ്. ഒന്ന് പ്രിയപ്പെട്ട മിഥുന് വന്നു, അതേപോലെ തന്നെ സനൂപ് എന്റെ അടുത്ത് വന്നിട്ട് 2 പേരും കരയുന്ന രംഗമാണ് എന്റെ മുമ്പിലുള്ളത്. ഞാൻ ചോദിച്ചു, മക്കളെ, അല്ലെങ്കിൽ നിങ്ങളെ പേര് ചോദിച്ചപ്പോൾ ചോദിച്ചു, വേറെ ആരും ഇല്ല അവിടെ? പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന സജീവമായി നിൽക്കുന്ന ആളുകളില്ലേ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ? അവരുടെ നേതൃത്വത്തിലല്ലേ ഈ പ്രവർത്തനങ്ങൾ? ചോദിച്ചപ്പോ ഷമീർക്ക, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ അവിടെ വന്ന് ഞങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നാൽ മതി, പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഈ നാട് ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കും എന്നുള്ള വലിയ ദൃഢപ്രതിജ്ഞ ഉള്ളതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട മിഥുനും സനൂപും അവന്റെ കൂട്ടുകാരും ഈ നാട്ടുകാരും ഇവിടെ നിൽക്കുന്ന എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത് വിജയിപ്പിക്കാനുള്ള, സമാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ഒരു നാട് ഇങ്ങനെ ആയിരിക്കണം. ഒരു വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ആളുകൾ 10, 500 ആളുകൾ തടിച്ചുകൂടി ആ വീഡിയോ എടുത്ത് പിരിഞ്ഞു പോകുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രാദേശികമായി എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മളെ സംവിധാനത്തിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വലിയ കരുതലും ചേർത്തുപിടിക്കലും നടത്തിയിട്ടുള്ള മണ്ണാണ് ഈ വെള്ളിപ്പറമ്പിലെ ഈ മണ്ണ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചുകൾ ഈ മണ്ണിൽ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളോട് കൃത്യമായിട്ട് പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട് വിവരങ്ങൾ ജനങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പ്രിയപ്പെട്ട ഇതിന്റെ ട്രഷറർ ബാങ്കിൽ പോയിട്ട് കൃത്യമായി PDF എടുത്തിട്ടുണ്ട്. ഓരോ കണക്കുകളും നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുക. ഇത് വേണമെങ്കിൽ പങ്കുവെക്കാതിരിക്കാം. നമുക്ക് ഒരു എമൗണ്ട് പറഞ്ഞ് ഇത്ര വന്നിട്ടുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. അത് പോരാ. ജനങ്ങളെ മനസ്സിൽ സംശയങ്ങൾ വരുമ്പോ ജനകീയമായ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനം ഈ മണ്ണിൽ നിലനിൽക്കണം. നാളെ കോയക്കുട്ടിക്കാർക്കും മിനിച്ചേച്ചിക്കും പ്രിയപ്പെട്ട മിഥുനും ഇവിടുത്തെ നാട്ടുകാർക്കും നാളെ തല ഉയർത്തി നടക്കണമെങ്കിൽ ഇതിന്റെ കണക്കുകൾ നമ്മൾ രഹസ്യമാക്കി വെച്ചാൽ നമുക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കില്ല. ആളുകളെ മനസ്സിൽ, നമ്മളെ കൂടെയുള്ള ആളുകളെ മനസ്സിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളെ വിമർശിക്കും. 1 രൂപ കൊടുക്കാത്തതിനായിരിക്കും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് മുമ്പിലുണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ അനുഭവങ്ങൾ. ഒന്നും കൊടുക്കാത്തവൻ, ഒന്നും ചെയ്യാത്തവനായിരിക്കും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക, വിമർശനങ്ങൾ ഉന്നയിക്കുക, അവസാനം രോഗി കഷ്ടപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ടാണ് വളരെ കൃത്യതയോടുകൂടി ജനങ്ങളെ മുമ്പിലേക്ക് ഇത് പങ്കുവെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 10 അക്കൗണ്ടുകളാണ് നിതിൻ ചികിത്സാ സഹായമായിട്ട് വന്നിട്ടുള്ളത്. ആദ്യത്തെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വിനീത, പ്രിയപ്പെട്ട നിതിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ 1,18,900 രൂപയാണ്, 11,08,900 രൂപയാണ് സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് കാണിക്കാണ്, ഈ ബാങ്കിന്റെ PDF സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. രണ്ടാമത്തെ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സതീദേവി, നമ്മളെ അമ്മ, നിതിന്റെ അമ്മയുടെ പേരിൽ 4,30,262 രൂപ പക്ക. മൂന്നാമത്തത് മിഥുൻ മിനിച്ചേച്ചി കോയക്കാട് കമ്മിറ്റിയുടെ ജോയിന്റ് അക്കൗണ്ട്, പ്രാദേശിക പിരിവുകൾ, ചലഞ്ചുകൾ അടക്കമുള്ള അത്തരം പൈസകൾ വരുമ്പോൾ അവർ പ്രാദേശികമായിട്ട് ഒരു അക്കൗണ്ട് എടുത്തിരുന്നു. അതിൽ വന്നിട്ടുള്ളത് 9,50,750 രൂപ പക്ക. നാലാമത് IDBI ബാങ്ക് നിതിന്റെ ഭാര്യ വിനീതയുടെ പേരിൽ
1,35,658 രൂപ. പ്രിയപ്പെട്ടവരെ, പ്രിന്റിന്റെ കോപ്പിയാണ് സ്റ്റേറ്റ്മെന്റിന്റെ. അഞ്ചാമത് IDBI ബാങ്ക് സതീദേവി നമ്മുടെ നിതിന്റെ അമ്മയുടെ പേരിൽ 49,863 രൂപ പക്ക. ബാങ്ക് ഓഫ് ബറോഡ വിനീതയുടെ പേരിൽ 1,13,243 രൂപ. 1,13,243 രൂപ പക്ക. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നിതിന്റെ അമ്മ സതീദേവിയുടെ പേരിൽ 35,273 രൂപ. 35,273 രൂപ പക്ക. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വിനീത 41,881 രൂപ. ധനലക്ഷ്മി ബാങ്ക് സതീദേവി നിതിന്റെ അമ്മയുടെ പേരിൽ 8,402 രൂപ. ധനലക്ഷ്മി ബാങ്ക് മറ്റൊരു ബാങ്ക് 4,389 രൂപ. പ്രിയപ്പെട്ടവരെ, അതേപോലെ ഇത് അക്കൗണ്ടിൽ വന്ന തുക. ഇനിയാണ് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, CPM ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, ഏത് പാർട്ടി ആവട്ടെ, നാട്ടിൽ പ്രയാസം വരുമ്പോ അവരാണ് നാടിന്റെ വിളക്കുകളായി മാറുന്നത്. നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറ്റം പറയും, പൊതുപ്രവർത്തകന്മാരെ കുറ്റം പറയും. പക്ഷെ അത്തരം ആളുകൾ നാട്ടിലില്ലെങ്കിൽ വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളുമായി നടക്കുന്ന, അവരുടെ ജീവിതവും ആരോഗ്യവും മാറ്റിവെച്ച് നടക്കുന്ന സാമൂഹ്യ പ്രവർത്തകന്മാർ, അവർ പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രമല്ല, നാട്ടിൽ ആർക്കെങ്കിലും പ്രയാസം വന്നാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളാണ് പാവപ്പെട്ടവന്റെ വേദന വരുമ്പോ. പ്രിയപ്പെട്ട നിതിന് ഇവിടെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി വന്നപ്പോ, ഇവിടെ പൊതുയോഗം വിളിച്ചപ്പോ ആരൊക്കെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം മുന്നോട്ട് വന്നിരുന്നു. ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട ആളുകൾ ബിരിയാണി ചലഞ്ച് നടത്തി 3,05,567 രൂപയാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുടുംബം ഈ ഒരു വലിയ ദൌത്യത്തിലേക്ക് സമാഹരിച്ചിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയപ്പെട്ട ഓരോ കുടുംബങ്ങളും വെള്ളിപ്പറമ്പ് മേഖല ബിരിയാണി ചലഞ്ച് നടത്തിക്കൊണ്ട് 2,04,404 രൂപ സമാഹരിച്ചുകൊണ്ടാണ് നിതിനെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആൻഡ് DYFI വെള്ളിപ്പറമ്പ് മേഖല പായസം ചലഞ്ച് നടത്തിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം കൃത്യമായി നടപ്പിലാക്കിയ CPIM 1,81,445 രൂപ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് സമാഹരിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനം സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ സമയം പോലും മാറ്റിവെച്ചുകൊണ്ട് ആക്രി ചലഞ്ച് നടത്തിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ടവർ 1,17,300 രൂപയാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗ് പിരിച്ചിട്ടുള്ളത്. അങ്ങനെ ചന്ദ്രൻ സർവീസ് സ്റ്റേഷൻ മീൻ ചാലഞ്ച് നടത്തി 18,000 രൂപ സ്വരൂപിച്ചു. നിതിന്റെ +2 ബാച്ചിലുള്ള പ്രിയപ്പെട്ടവർ 1,06,000 രൂപ സമാഹരിച്ചു. 21ാം വാർഡ് കുടുംബശ്രീ അംഗങ്ങൾ 59,150 സമാഹരിച്ചു. ചൈതന്യ വെള്ളിപ്പറമ്പ് 500,000 രൂപ അടക്കം പ്രാദേശികമായും സോഷ്യൽ മീഡിയയിലൂടെയും അടക്കം ഒറ്റക്കെട്ടായിട്ടാണ് ഇത് സമാഹരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മള് നിതിന്റെ സർജറി പറഞ്ഞിട്ടുള്ള ഡിസംബർ 1st വീക്കാണ് പ്രിയപ്പെട്ടവരെ. അവന് ചില ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ തുടർ ചികിത്സക്കോ അല്ലെങ്കിൽ മറ്റുള്ള ചെലവുകൾക്കോ നമുക്കൊരു സാമ്പത്തിക സമാഹരണം ആവശ്യമായി വരുന്നത് കൊണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടുകളൊന്നും ക്ലോസ് ചെയ്യുന്നില്ല. ഇനി ആരെങ്കിലും ഒക്കെ പൈസ അയക്കാനുണ്ടെങ്കിൽ അയച്ചോട്ടെ, ഭാവിയിൽ ആ കുടുംബത്തിനോ കുട്ടികൾക്കോ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ള വലിയ രീതിയിൽ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. നിലവിലുള്ള PDF കൃത്യമായി ട്രഷറർ പറഞ്ഞിട്ടുണ്ട്. PDF എടുത്തത് കമ്മിറ്റിയാണ്, ഉത്തരവാദിത്ത കമ്മിറ്റി. അത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. 30 ലക്ഷം രൂപയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്, സമാഹരിക്കാൻ ഉദ്ദേശിച്ചത്. എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ട്, ഞങ്ങൾ ആരും ഇതിന്റെ ആളുമല്ല, സഹായിച്ച പലതുള്ളി പെരുവെള്ളമായി സഹായിച്ച 10 രൂപ മുതൽ നൽകിയ പ്രിയപ്പെട്ടവർ, പായ് വസ്തുക്കൾ, ആക്രികൾ വീട്ടിൽ നിന്നും നൽകിയിട്ട ആളുകൾ, ഇപ്പൊ കോൺഗ്രസ്സുകാര് ബിരിയാണി ചലഞ്ച് നടത്തിയ കോൺഗ്രസ്സുകാർ മാത്രമാണോ സഹായിച്ചത്? എല്ലാ പാർട്ടിക്കാരും. BJP നടത്തിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം, CPM നടത്തിയപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സഹായിച്ച നല്ലൊരു മതേതര മണ്ണായതുകൊണ്ടാണ് നിതിന്റെ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സമാഹരണം നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ
മിഥുൻ ട്രഷറർ എന്നിവരുടെ ആ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ടോട്ടലി നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് 32,73,623 രൂപയാണ്. 30 ലക്ഷം ടാർഗറ്റ് ചെയ്ത് 32,73,623 രൂപയാണ് പ്രിയപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത്. ഇതിൽ എത്ര ചെലവായി? നിതിൻ ചികിത്സ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2,20,614 രൂപ നിലവിൽ ഇതിനോടകം ചെലവായിട്ടുണ്ട്. 2 ഫോൺ ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുണ്ട്. അത് കൊടുത്താൽ തിരിച്ച് ആ പൈസ അവർക്ക് റിട്ടേൺ ലഭിക്കുന്നതാണ്. 21,980 രൂപയാണ് നിലവിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെലവും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഓരോ ആളുകളോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഇതിൽ ആർക്കെങ്കിലും തർക്കമോ ആർക്കെങ്കിലും സംശയമോ ആർക്കെങ്കിലും വിവാദമോ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കൃത്യമായ കണക്ക് പഠിക്കണം. എങ്ങോട്ട് വരണം? കമ്മിറ്റി ഓഫീസിലേക്ക് വരണം. പക്ഷെ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? നിങ്ങൾ സഹായിച്ചതിന്റെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവണം. സഹായിച്ചവനെ എന്താക്കാൻ പറ്റുള്ളൂ? നമുക്ക് തിരിച്ച് മറുപടികളും തിരിച്ച് കൃത്യമായ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ. ഈ പ്രവർത്തനം ജനകീയമായാൽ മാത്രമേ ഉള്ളൂ നാളുകളിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. ഒക്കെ വലിയ ടെൻഷനിലാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം മറ്റൊരു രോഗി മുഹമ്മദ് ഖ അല്ലേ, മുഹമ്മദ് ഖ തന്നെയല്ലേ, മുഹമ്മദ് ഖാന്റെ ഒരു വിഷയം അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. അദ്ദേഹം അതിന്റെ നേതൃത്വമൊക്കെ കൊടുത്തു പോകും. പക്ഷെ വേണ്ടത്ര സാമ്പത്തികം സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ വിഷമം കോയക്കായ്ക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. പക്ഷെ ജനകീയമായിട്ടല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി അങ്ങോട്ട് വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ ഓരോ ആളുകളോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കാണ്. പ്രത്യേകിച്ച് ഈ 2 ചെറുപ്പക്കാരും ഇതിനൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും ഏത് സമയത്ത് ഇൻസൈഡ് ചെയ്ത് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഓരോ പൈസകളും കളക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം ചെറുപ്പക്കാരൊക്കെ അവരെ ജീവിതം സമയം എനിക്കൊന്ന് കുടുംബത്തിൽ നിന്ന് പോലും വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കുടുംബത്തിൽ നിന്ന് എപ്പോഴും എതിർപ്പും ദേഷ്യവും ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാടാ എന്നോടൊക്കെ എപ്പോഴും ആർക്ക് വേണ്ടിയിട്ടാടാ വെള്ളിട്ട് അടക്കണത്? അവസാനം കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും പരിഹാസങ്ങളും മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടി നല്ല ചെറുപ്പക്കാർ, രാഷ്ട്രീയം ഏതോ ആവട്ടെ മതം ഏതോ ആവട്ടെ, നാട്ടിൽ പ്രശ്നം വന്നാൽ ഒരു ആളെ വളരുമ്പോൾ അത് നാടിനും കൂടി ഗുണകരമാണ് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി ഊർജ്ജസ്വലമായി നേതൃത്വം കൊടുത്ത് ചിട്ടയോടുകൂടി നേതൃത്വപരമായ പങ്കുവെച്ച ഈ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ മിനി ചേച്ചിയെ ആദരപൂർവ്വം സംസാരിക്കാൻ വേണ്ടി എല്ലാവരോടും, ഈ പ്രദേശത്ത് മാത്രമുള്ളവരോടല്ല എല്ലാവരോടും നന്ദി പറയാനും കൂടി ചേച്ചിയെ ക്ഷണിക്കാൻ കൊടുക്കണം. ചേച്ചി പറഞ്ഞു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിതിൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൺമണിയുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് ഒരു ജനറൽ ബോഡി യോഗം വിളിച്ചു. വലിയ ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആ കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഈ ഒരു 30 ലക്ഷം ടാർഗറ്റ് എങ്ങനെ സ്വരൂപിക്കും എന്നുള്ള ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 30 ലക്ഷത്തിലേക്ക് ആ ഒരു കൃത്യമായി കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി ആ ഒരു 30 ലക്ഷം എന്ന ഒരു ടാർഗറ്റിലേക്ക് എത്താൻ ഞങ്ങളെ സഹായിച്ച ഒരു പ്രിയപ്പെട്ട ഞങ്ങളുടെ ഷമീർ കുന്നമംഗലം ഞങ്ങൾക്ക് അതൊരു വഴികാട്ടിയായിട്ട് എങ്ങനെ ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ ഒരു 30 ലക്ഷം ടാർഗറ്റ് എങ്ങനെ ഏതൊക്കെ വഴികൾ കൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു വീഡിയോ നമുക്ക് നമ്മുടെ ജനറൽ ബോഡിയിൽ വന്ന് ആ ഒരു വീഡിയോ നമുക്ക് സക്സസ് ആക്കാൻ പറ്റി. അത് പ്രകാരം മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു തുക നമുക്ക് ഇന്നിവിടെ സമാഹരിച്ച് അതിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്താൻ പറ്റിയത്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര്, വിവിധ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒത്തൊരുമിച്ച് നിന്ന് ഷമീർക്ക പറഞ്ഞ പോലെ തന്നെ ബിരിയാണി ചലഞ്ച് ആയാലും അതുപോലെ പായസ ചലഞ്ച് ആയാലും മത്സ്യ ചലഞ്ച് ആയാലും ആക്രി ചലഞ്ച് ആയാലും എല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അതിനുള്ള തുക കണ്ടെത്തിയത്. അങ്ങനെ ആ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ നിതിൻ എന്ന് പറയുന്ന നമ്മുടെ കൺമണിയുടെ ചികിത്സാ ചെലവിനുള്ള പൈസ സ്വരൂപിക്കാൻ നമുക്ക് പറ്റി. ഇനി അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഷമീർക്ക പറഞ്ഞ പോലെ തന്നെ അതിന്റെ ചികിത്സയും ബന്ധപ്പെട്ടുള്ള ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഡോക്ടേഴ്സും ആ കുടുംബവുമായി ഇരുന്നു കൊണ്ട് സംസാരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നാലും എന്റെ പ്രിയപ്പെട്ട എല്ലാവരോട്, ഈ പ്രദേശത്ത് മാത്രമല്ല പെരുവൽ ഗ്രാമപഞ്ചായത്ത്, അതിന് പുറമെ നമ്മുടെ പ്രവാസി ലോകം, അവരൊക്കെ നമ്മളെ വേണ്ട പോലെ സഹായിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ വിവിധ സംഘടനകൾ, സ്വാശ്രയ സംഘങ്ങൾ, ക്ലബ്ബുകൾ എല്ലാവരും നമ്മളെ അകമഴിയും സഹായിച്ചിട്ടുണ്ട് ഈ ഒരു പ്രവർത്തനത്തിന്. എല്ലാവരോടും
ഈ ഒരു വാർഡിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക്, ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ ഈ ലൈവായിട്ട് തന്നെ എനിക്ക് പറയണമെന്നുണ്ട്. കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനാണെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഞാൻ. അപ്പോൾ മെമ്പറെ ഉത്തരവാദിത്വം കാര്യം കൃത്യമായിട്ട് നടത്തേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റി ഇത്രയും ലൈവായിട്ട് ഓരോരോ കാര്യങ്ങളും, കാരണം ഇതിന്റെ ഒരു വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അതിന്റെ ഈ ഒരു ഷമീർ ഖാന്റെ കയ്യിലേക്ക് എത്തിയ ഈ ഒരു രേഖ വരെ കൃത്യമായ കണക്ക്, കൃത്യമായ ആശങ്കയോട് കൂടി അതിലേറെ എങ്ങനെ ഇത് എവിടെ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിനോട് കൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോയത് പിന്നെ നമ്മുടെ മിഥുനാണ്. ഇത് കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയാണ്. അപ്പൊ മിഥുന്റെ നല്ലൊരു പിന്നെ എന്താ പറയുക, ഇത്തരം ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. എനിക്ക് തോന്നുന്നത് നമ്മൾ പിന്നെ 10 വർഷത്തോളം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി നിൽക്കുന്ന ഒരാൾ ഞാനാണ്. അതുപോലെ തന്നെ 10-15 വർഷമായി നമ്മുടെ പൊതുരംഗത്തും പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരു കമ്മിറ്റിയിൽ ഇത്രയും ലൈവായി ഇത്രയും സത്യസന്ധമായി ഒരു കാര്യം ചെയ്യാൻ മിഥുനെ പോലെയുള്ള ചുരുങ്ങിയ ആളുകളെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ മിഥുന് പറ്റിയിട്ടുണ്ട്. മിഥുനോടുള്ള നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ്. കാരണം ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം മിഥുന് എന്നെ വിളിക്കലുണ്ട്. എനിക്ക് തോന്നി ഷമീർ ഖാന്റെയും അതേപോലെ സത്താർ ഖാന്റെയും ഫോണൊന്നും എനിക്ക് വരലില്ല, മിഥുനാണ് വരിക. മിഥുന് വരുന്ന സമയത്ത് തന്നെ ആ ഒരു ടെൻഷൻ വെച്ച് മിഥുന് വിളിക്കും. ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം മിഥുന് ഈ കാര്യങ്ങൾ പറയാൻ വിളിക്കും. അത് കൃത്യമായി, അതാ ഞാൻ പറഞ്ഞ ഒരു കമ്മിറ്റിന്റെ ഒരു പിന്നെ ഇത്രയും വരവ് ചെലവ് കണക്കൊക്കെ ഒരു പെന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ചികിത്സ 2.5 മാസത്തോളമായി ഇവന്റെ ഈ ഒരു ചികിത്സയായിട്ട് നമ്മൾ ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നു. അപ്പൊ അന്ന് മുതൽ നമ്മുടെ നിതിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടെസ്റ്റുകളും അവരെ കൺസൾട്ടിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളെ കമ്മിറ്റിയാണ്. അന്നു മുതലുള്ള എല്ലാ വരവ് ചെലവ് കണക്കുകളും ഷമീർ ഖാൻ പറഞ്ഞ പോലെ ലൈവായിട്ട് ഞങ്ങൾ നാട്ടുകാരെ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മളെ ഇനി ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്, എന്നാൽ പോലും നമുക്ക് വന്നാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു പിന്നെ പ്രചോദനം കൂടിയാണ് ഈ ഒരു കമ്മിറ്റി. കാരണം നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും, നമ്മുടെ പ്രദേശത്ത് ഇത് അസുഖം മാത്രമല്ല മറ്റെന്തൊരു വിഷയങ്ങൾ വന്നാലും നല്ലൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ പിന്നെ എല്ലാ പാർട്ടിക്കാരും തയ്യാറായി മുന്നോട്ട് വന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട കോയക്ക, ഉള്ളില് കുറച്ചൊരു മറ്റൊരു കമ്മിറ്റിയുടെ ദൗത്യം ഏറ്റെടുത്ത് ഇനി മുന്നോട്ട് പോവേണ്ട ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും അതിന്റെ ഇടയിലും ഇതിന്റെ കൃത്യമായ നേതൃത്വം കൊടുത്ത കോയക്ക. പ്രിയമുള്ളവരെ, നമ്മളെ നിതിന്റെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഒരു അവസാന ഘട്ടത്തിൽ ഇത് ആണ് ഉള്ളത്. വലിയ ഒരു ക്രൗഡ് ഫണ്ടാണ് നമ്മളിവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിലെനിക്ക് യഥാർത്ഥത്തിൽ നമ്മളെ നല്ലവരായ നാട്ടുകാര്, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടന എല്ലാവരോടും അഗൈതമായ നന്ദി ഈ അവസരം രേഖപ്പെടുത്താണ്. അതോടൊപ്പം നമ്മൾക്ക് ഈ ഒരു പരിപാടി വിജയിപ്പിക്കുന്നതിന്, പക്ഷെ ഞങ്ങൾക്കൊന്നും നേരത്തെ ഇതിന് വലിയ പരിചയമല്ല, അതിന് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ മാർഗനിർദ്ദേശം തന്ന് തുടക്കത്തിൽ ഞങ്ങൾക്ക് വലിയൊരു പ്രയാസമായി തോന്നിയെങ്കിലും ആ അദ്ദേഹത്തിന്റെ ഷമീർ ഖാന്റെ ശരിക്കുള്ള ദേഷ്യം തന്നെ. അപ്പൊ കൃത്യമായ ഒരു നിർദ്ദേശത്തിൽ ആ പ്രവർത്തനം നടത്തിയപ്പോ എല്ലാ പാർട്ടികളോടും അവരുടേതായ ഒരു പങ്കാളിത്തം വഹിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം അത് വിജയിപ്പിച്ചതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് നമുക്ക് കാണുന്നത്. അതോടൊപ്പം നേരത്തെ നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ ഇതിൽ ഉത്തരവാദിത്തത്തോട് പ്രവർത്തിച്ചെങ്കിൽ കൂടി എനിക്കിപ്പോഴും ഇത് പറയാനുള്ളത് നമ്മളെ മിഥുന്റെ ഒരു പങ്കാളിത്തം തന്നെയാണ്. കാരണം വളരെ കൃത്യമായിട്ട് ഓരോ ദിവസവും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തിയത് മിഥുൻ തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റിയുടെ ഒരു ചാലക ശക്തിയായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ട്, കാരണം അദ്ദേഹം ഷമീർ ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് എപ്പോഴും പ്രയാസങ്ങൾ ഇങ്ങനെ പറയും, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു അതൊക്കെ ഇതിന്റെ തുടക്കത്തിലാണ് എങ്കിൽ വളരെ നന്നായിട്ട് തന്നെ അത് പ്രവർത്തിച്ചു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഷമീർ ഖാക്കും ഇതിന്റെ ഞങ്ങളെ ഈ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ചെറുപ്പക്കാരൻ പറയാൻ ഓരോ സ്ഥലത്തും ഓരോ ഹീറോകൾ ഉണ്ടാവും, ഓരോ നല്ല മനുഷ്യന്മാരുണ്ടാവും ചേർത്ത് പിടിക്കാൻ. ഇതിന് വലിയ നേതൃത്വം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നാട്ടുകാരെ പ്രതിനിധി പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട കൺവീനർ, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഉണ്ടാവും. ചെയർമാനാണോ വലുത്, കൺവീനറാണോ വലുത്, ട്രഷറാണ്. ഇവിടെ ചെയർമാനും കൺവീനറും എല്ലാ ക്രെഡിറ്റും ആ മിഥുന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മിഥുൻ നമ്മളോട് സംസാരിക്കും. കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷം. ഇപ്പൊ എങ്ങനെ പറയാ, ഞാനും ഈ നിൽക്കുന്ന സനൂപേട്ടെ, ഞങ്ങൾ രണ്ടാളാണ് ഷമീർ ഖാനെ കാണാൻ പോകുന്നത്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിരുന്നു. അപ്പോ കുറച്ചെന്തോ സാങ്കേതിക പ്രോബ്ലം കാര്യങ്ങളോ അങ്ങനത്തെ ഇതുകൊണ്ട് അന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോ പിന്നെ ഞങ്ങളാണ് പോകുന്നത്. ഇവിടുന്ന് പോകുമ്പോ എനിക്ക് തോന്നുന്നു ഒരു 8:45, ഒരു നല്ല മഴയുള്ള സമയമാ. അപ്പൊ ആ ടൈമിലാണ് ഞങ്ങള് ഷമീർ ഖാനെ കാണാൻ പോകുന്നത്. അപ്പൊ ഷമീർ അവിടെ എത്തിക്കഴിഞ്ഞ് ഷമീർ ഖാൻ ഞങ്ങളോട് ചോദിക്കും, അല്ല നിങ്ങളെ നാട്ടിൽ ഇപ്പൊ നിങ്ങള് രണ്ടാളും തന്നെ ഉള്ളൂ, ഇവിടെ രാഷ്ട്രീയക്കാരും വല്ല ആരും ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഷമീർ ഖാൻ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് ഒരു റൂട്ട് ഉണ്ടാക്കി തരി, ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അപ്പൊ എന്താ പറയാ,
എനിക്കൊരു എന്താ പറയാ, എനിക്ക് എന്റെ കൂടെ എപ്പോഴും നിൽക്കുക ഈ ഒരു മനുഷ്യനാണ്. ഇപ്പൊ നമ്മളെന്താ പറയാ, ജമ്പനും തുമ്പനും ഇല്ലേ, അതേമാതിരിയാണ് ഈ ഒരു മനുഷ്യൻ എന്റെ കൂടെ എപ്പോഴും. ഞാൻ എന്തിനു വിളിച്ചാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മളെ കൂട്ടത്തിൽ എപ്പോഴും കട്ടക്കുന്ന ഈ ഒരു മനുഷ്യനാണ് സനൂപേട്ടനാണ് ഞങ്ങളെ. അപ്പോ പിന്നെ നമ്മളെ ഷമീർക്കാണ് നമ്മളെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ ഷമീർഖാന്റെ സത്താർക്കുണ്ട്, ഷമീർഖാന്റെ ചെയർമാനാണ്. പുള്ളീനെ എങ്ങനെ വിളിക്കൂ, സത്താർക്ക് എന്താ ചെയ്യണ്ടേ എനിക്കൊരു ഐഡിയ ഇല്ല. സത്താർക്ക പറയും ഇങ്ങനെ ചെയ്താൽ മതി, ഷമീർക്ക വന്ന് റെഡി ആയിക്കോളൂ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു കറക്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ഈ ഫണ്ട് ശേഖരണത്തിന് നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹായിച്ചിട്ടുണ്ട്. ആരും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു വൈകിയ വേളയും കൊണ്ട് ഓൾറെഡി നമ്മളെ ചെയർപേഴ്സണും കൺവീനറും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെല്ലാ നാട്ടുകാരും നമ്മളെ എന്താ പറയുക സഹായിച്ചിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, എല്ലാവർക്കും നന്ദി. അതിന്റെ കൂടുതൽ നമ്മളെ ഈ ഒരു ഇതിലെ ഷമീർക്കാക്ക് ഹൃദയത്തിലാണ്. സനൂപ് നിതിന്റെ കാര്യം പറഞ്ഞ് കരഞ്ഞാളാ, സംസാരിക്കൂലേ? അത് കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ ഒന്നും ആവില്ലേ? അതൊക്കെ പിന്നെ മൊമെന്റ് ഒക്കെ പിന്നെ കിട്ടും. മറ്റൊന്നും പറയല്ലേ, ഞാൻ വെല്ലുവിളിച്ചൊന്നും. എന്റെ സഹോദരന് വേണ്ടിയിട്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാണ്. ഈ രണ്ട് ചെറുപ്പക്കാരെ നമ്മൾ നാടിന് വേണ്ടി തൽക്കാലം ഇവര് പൊന്നാട ഒരിക്കൽ ഞാൻ തൽക്കാലം കടം വാങ്ങാണ്. എനിക്ക് വേണ്ട. ഈ നാടിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ നമ്മൾ നാട്ടിലുള്ളവനെ നമ്മൾ ഏതാളായാലും അംഗീകരിക്കണ്ടോ അല്ലെ, പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് SLC പരീക്ഷ ജയിച്ചപ്പോ ഒരു യുവജന സംഘടന, ഞാൻ പ്രവർത്തിക്കുന്ന യുവജന സംഘടന എനിക്ക് തന്നില്ല. പക്ഷെ വേറൊരു സംഘടന 5 രൂപയുടെ ലെക്സി പെയിൻ അന്ന് തന്നെന്നും എന്റെ കയ്യിലുണ്ട്. കാരണം അതൊരു അഭിമാനമാണ്, അതൊരു വലിയ സന്തോഷമാണ്. നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഒരു നല്ല വാക്ക് കേൾക്കുക എന്നൊക്കെ പറയാം. നാട്ടില് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വല കിട്ടുക. പ്രിയപ്പെട്ട മിഥുനെയും പ്രിയപ്പെട്ട സനൂപിനെയും പ്രിയപ്പെട്ട ചെയർമാനും കൺവീനറും കൂടി പൊന്നാട അണിയിച്ച് ഈ നാടിന്റെ ഒരു ആദരവ് അറിയിക്കുകയാണ്. നിങ്ങൾ എനിക്ക് തരാൻ വെച്ചല്ലേ? ഒരു 2 പേരിപ്പോ ഒരു 5000 വെച്ച് തരുന്നുണ്ട്. ആ 2 പേരാരൊക്കെ? ഉണ്ണിയേട്ടൻ പ്രിയപ്പെട്ട ചെയർമാനെ ഏൽപ്പിക്കുകയാണ്. അതിലുള്ള പ്രിയപ്പെട്ട ഇതിന്റെ കമ്മിറ്റിയുടെ ചെയർപേഴ്സണും മെമ്പറും എല്ലാം ആണെങ്കിലും 5000 രൂപ ഓഫർ പറഞ്ഞെങ്കിലും അതിന്റെ പുറമെ റസീത് അടക്കം 10500 രൂപ 750 രൂപ പിരിച്ചു. കണ്ടില്ലേ നിങ്ങൾ പ്രിയപ്പെട്ടവരെ? സ്ഥാനത്ത് അവിടെ നിന്നതല്ല, ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അഭിമാനത്തോടു കൂടി കൺവീനർ ഏറ്റുവാങ്ങുന്നു. ഇത് അല്ല, ഇത് വാങ്ങിക്കളെ. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടന്റെ 5000 രൂപ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുവാങ്ങുകയാണ്. കോയക്ക ചെറുകുന്നുമ്മൽ കോയക്ക അതിലേക്ക് ആഡ് ചെയ്തായിട്ടോ. ശിവദാസ് ഏട്ടന്റെ ഒരു പൈസ, ശിവാനന്ദ ഏട്ടന്റെ. ഇനി ആർക്കെങ്കിലും തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരെങ്കിലും കുറച്ച് വിളിച്ചോ. വാർഡ് വികസന കൺവീനർ എല്ലാം പിടിച്ചോളെ. നമ്മുടെ ഈ കമ്മിറ്റി, ജനകീയ കമ്മിറ്റി നമ്മൾ രൂപീകരിക്കുന്ന സമയത്ത് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. പലരും പറഞ്ഞു ഇത്രയും തുക 30 ലക്ഷം നമ്മൾ ടാർഗറ്റ് വെച്ച സമയത്ത് ഇത്രയും തുക ഈ നാട്ടിൽ നിന്ന് ഒരിക്കലും ശേഖരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ആശങ്ക പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന സമയത്ത് നമുക്കിത് ശരിക്കും നാട്ടുകാർക്ക് ഒരു പാഠമാണ്. ഇതിലും വലിയ പ്രതിസന്ധി വന്നാലും അത് നേരിടാൻ നമുക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഒരു പാഠമാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം എന്നുള്ളത്. നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. യാതൊരുവിധ വേർതിരിവും നമ്മൾ ജനങ്ങളിൽ കാണിച്ചില്ല. ഇതിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ്. മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒരു വേർതിരിവും കാണിക്കാതെ ഒരു നാട് ഒന്നിച്ച് ആ പ്രവർത്തനം ഏറ്റെടുത്തതിൻ്റെ തെളിവാണ്. അതിന് മാർഗരേഖ തന്നുകൊണ്ട് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം നമുക്ക് പിന്തുണ നൽകി. ആ മാർഗരേഖ സ്വീകരിച്ചുകൊണ്ട് കമ്മിറ്റി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു.
കമ്മിറ്റി ഒരു വ്യത്യാസവും അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഇല്ലാതെ കമ്മിറ്റി പ്രവർത്തിച്ചു. ആ കമ്മിറ്റി കീഴിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസവും മതപരമായ ഒരു വേർതിരിവും ഇല്ലാതെ ജനങ്ങൾ മൊത്തം അണിനിരന്നു എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ വിജയം. ഇത് നമുക്ക് പ്രചോദനമാണ്. ഭാവിയിൽ ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കരുത്തായി ഈ പ്രവർത്തനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തീർത്തു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നിതിൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നമ്മൾ ഇന്ന് എല്ലാ കണക്കുകളും ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറേ സമയത്തിന് രണ്ടര മാസം കൊണ്ട് നമുക്ക് ഈ നമ്മൾ തീരുമാനിച്ച തുകയിൽ നിന്നേക്കാൾ കൂടുതൽ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നാടിന്റെ കൂട്ടായ്മ തെളിയിക്കുന്നതാണ്. കാരണം നമ്മൾ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധിയെ നേടാൻ നമുക്ക് സാധിച്ചു. ഈ നിതിന് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭിച്ച് നമ്മളെ നിതിന് പൂർവാധിക ശക്തിയോടുകൂടി നമ്മളിൽ ഒരുവനായിട്ട് കൂടെ പ്രവർത്തിക്കാൻ നമ്മളെ കൂടെ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് മാത്രം ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട ഈ ഒരു മഹത്തായ കമ്മിറ്റിയുടെ താങ്ങും തണലുമായി നിന്ന ഷമീർ കുന്നമംഗലം, അതുപോലെ തന്നെ ഇതിന്റെ ചെയർപേഴ്സൺ KT മിനി, കൺവീനർ കോയ, മിഥുൻ തുടങ്ങിയ ഇതിന് വേണ്ടി രാവും പകലും സമയം നോക്കാതെ പ്രവർത്തിച്ച അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ പ്രദേശത്തിന്റെ ചുറ്റുപാടുള്ള എല്ലാ പ്രദേശത്തിന്റെയും മാതൃകയായി ഈ പ്രദേശം മാറിയിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രയും മഹത്തായ ഒരു പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെച്ചത്. ഇതിന്റെ തുടക്ക സമയത്ത് എന്നോട് പല ആളുകൾ ചോദിച്ചിരുന്നത് ഈ പണം നമ്മൾ എങ്ങനെ ഒപ്പിക്കും, ഇവിടെ നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ ഇതിനെ ഇറങ്ങിയിട്ട് രണ്ടും അല്ലാത്ത രീതിയിൽ കുറവായി മാറുമോ എന്നുള്ളൊരു ഭീതി ആ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിക്കൊണ്ടാണ് ഈ കമ്മിറ്റി പ്രവർത്തിക്കാൻ തുടക്കത്തിൽ തുടങ്ങിയത് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. പക്ഷേ ഇതൊരു സത്യസന്ധമായ പ്രവർത്തനവും ഒരു സത്യസന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ളതും ആയതുകൊണ്ട് ഇതിന് നമുക്ക് യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ നമുക്ക് ഇതിന്റെ കാര്യം പൂർത്തീകരിക്കാൻ, ഈ പണം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു അവസരമാണ്. ഞാൻ ഈ പ്രവർത്തനത്തിന്റെ കലക്ഷനുമായിട്ട് വീടുകളിൽ കയറുന്ന സമയത്ത് എന്നോട് ചോദിച്ചാൽ, അല്ല ഇത് 3-4 പ്രാവശ്യമാണ് നിങ്ങൾ വരുന്നത് ഇയാളെ കലക്ഷന്? അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാം ഓന്റെ ഈ കുട്ടീന്റെ ജീവിതം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾ ചെലവാക്കി, സന്തോഷത്തോടുകൂടി ചെലവാക്കി. ഒരു പ്രയാസവും ഇല്ല ഞങ്ങൾക്ക്. ഒരു വീട്ടിൽ നിന്ന് പോലും അതിന് ഞങ്ങൾക്ക് തരൂല, അല്ല ഞങ്ങൾ ഇത് സഹകരിക്കൂല എന്ന് പറഞ്ഞില്ല. അത്രയും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേർതിരിവ് കാണിക്കാത്തൊരു പ്രദേശമാണ് ഇത് എന്നുള്ളത് എനിക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ്. കാരണം ഒരുപാട് വീടുകൾ ഞാൻ കയറിയിട്ടുണ്ട്. അവിടുന്ന് ഒന്നും ഞങ്ങൾ തരലിൽ സഹകരിക്കൂല, അല്ലെ മറ്റേ പാർട്ടിക്കാരനാണ്, അല്ലെ മറ്റേ ജാതിക്കാരനാണ്, ഒരു വേർതിരിവും കാണിക്കാതെ ഈ ഒരു കമ്മിറ്റിയോട് സഹകരിച്ച ഈ പ്രദേശത്തിന് മൊത്തം ഞാൻ അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇത്തരം മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് മേലിലും നമുക്ക് എത്രയോ നടത്തി പരിചയം നമുക്കുണ്ടെങ്കിൽ ശരി, ഇനിയും നടത്താൻ നമ്മൾ എല്ലാവർക്കും സാധിക്കട്ടെ. ഞാൻ ഷമീർ കുന്നമംഗലം നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഇവിടെ രണ്ടാമത് ഉദ്ധരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകരെ തരംതാണവരായി കാണുന്ന ഒരുവിധം നല്ല ആളുകൾ നമ്മളെ പ്രവർത്തനത്തിൽ നമ്മളെ മുഖത്ത് നോക്കി സംസാരിച്ച അനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു അടിയാണ് ഈ പ്രവർത്തനം എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരുമിച്ച് വിളിച്ച് ഞാൻ വിളിച്ചോളാം. മാഷ് പറഞ്ഞേ. മുഖ്യ അതിഥിയായിട്ടുള്ള ഷമീർ കുന്നമംഗലം, കൺവീനർ, ചെയർമാൻ, മറ്റു നാട്ടുകാരെ, നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായി നടന്നിട്ടുള്ള വലിയൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നിതിൻ ചികിത്സാ സഹായ കമ്മിറ്റി. ഇത് വിജയിപ്പിച്ച മുഴുവൻ നാട്ടുകാർക്കും എന്റെ അഭിനന്ദനങ്ങൾ. അവസാനിപ്പിക്കുകയാണ്. മൊമെന്റ് സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാനൊരു സാധാരണക്കാരനാണ്. എല്ലാരും വിചാരം ഞാൻ വേഗമായിട്ട് വരുന്നത് ഓരോ നാട്ടിലും പൈസ ആയിട്ട് ഞാൻ ഓരോരുത്തരെ വീട്ടിലേക്ക് കൊണ്ടുവരികയല്ല, രോഗിന്റെ അടുത്ത്. ചില വീഡിയോകൾ പെട്ടെന്ന് വിജയിക്കും, ചില വീഡിയോകൾ 2-3 ദിവസം, ചില വീഡിയോകൾ കുറച്ച് സമയം. എങ്ങനെയായിരുന്നാലും ശരി, എനിക്ക് അലാവുദ്ദീന്റെ ഒരു അത്ഭുത വിളക്കുമില്ല. ഇതേപോലെയുള്ള ജനങ്ങൾ കൂടെ നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ മൊബൈലിലൂടെ
നമ്മൾ എടുത്ത ഒരു വീഡിയോ പോലും പരാജയപ്പെടാതിരിക്കാനുള്ള ക്യാപ്സ്യൂൾ എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അല്ലെ? ഇത് തന്നെയാണ് ക്യാപ്സ്യൂൾ, വേറെ ഒന്നുമല്ല. ജനങ്ങൾ കൂടെ നിൽക്കുന്നത് കൊണ്ട്, നാട്ടിലുള്ളവർ കൂടെ നിൽക്കുന്നത് കൊണ്ട് ആ ക്യാപ്സ്യൂളാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. 16 വീഡിയോ ആണ് എന്റെ മുമ്പിലുള്ളത്. ഒരു വീഡിയോ ആണെങ്കിൽ പ്രശ്നമില്ല. പോത്തുലേലം വിളിക്കേണ്ടതാണ് അങ്ങനെ വിളിക്കും, ബക്കറ്റ് എടുക്കേണ്ടത് അങ്ങനെ വിളിക്കും, പള്ളിയിൽ പിരിവ് നടത്തേണ്ടതാണെങ്കിൽ അങ്ങനെ നടത്തിക്കൊണ്ട് കൃത്യമായിട്ടാണ് ഓരോ പ്രവർത്തനവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള വലിയ തെളിവാണ്. അതുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്ന നാട്ടുകാരൊക്കെ ഷമീർ കുന്നമംഗലം വീഡിയോ ചെയ്യും, മാങ്ങ അങ്ങനെ മാവിന്റെ മുകളിൽ പറിക്കാം എന്നുള്ള ഒരു ധാരണ വേണ്ട. ഇതേപോലെ പണിയെടുക്കണം, താഴോട്ട് ഇറങ്ങണം, നാട്ടിൽ ഐക്യം കൊണ്ടുവരണം, സ്നേഹം കൊണ്ടുവരണം, ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിതിൻ ചികിത്സാ കമ്മിറ്റിക്ക് മാർഗനിർദ്ദേശങ്ങളും വഴികാട്ടിയുമായി നമ്മളോട് സഹകരിച്ച നമ്മുടെ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന് നമ്മുടെ ഈ പ്രദേശത്തെ, നമ്മുടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സ്നേഹോപഹാരം നമ്മുടെ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ കൈമാറുകയാണ്. സത്തർഖാന്റെ നേരിട്ട് പോകാം. പറഞ്ഞോളൂ. ഈ ഒരു കമ്മിറ്റിയുടെ ഒപ്പം ഷമീർ കുന്നമംഗലത്തിന്റെ അദ്ദേഹത്തിന്റെ വൈസ് ചെയർമാൻ കൂടിയായ സത്താർക്ക ഞങ്ങൾക്ക് നിരന്തരം നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട്. അപ്പൊ സത്താർക്കയ്ക്ക് കൂടെ ഉള്ള ചെറിയൊരു സ്നേഹോപകാരം ഞങ്ങൾ ഷമീർ ഖാനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ നാളെ കൊയിലാണ്ടിയിലെ പ്രിയപ്പെട്ട രാജേഷിന്റെ ക്ലോസിംഗ് ആണ്. ബുധനാഴ്ച മുക്കത്ത് ഹുസൈൻ കൽപൂർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട് 2022 സെപ്റ്റംബറിൽ വലിയ മനുഷ്യസ്നേഹം, 2 ചെറിയ മക്കളാണ്. പക്ഷെ അവനൊരു വീട് ഒരുക്കാൻ അവർക്ക് സാധിച്ചില്ല. ചെറിയ പ്രയാസങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് ആ വീട്ടിൽ പോയപ്പോ ചെറിയ വീടിന്റെ പണി തടസ്സപ്പെട്ട ആ വീടിന്റെ പണി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ബുധനാഴ്ച അതിന്റെ ദൌത്യവുമായിട്ട് നമ്മൾ മുക്കം മലയോര മേഖലയിലേക്ക് ഇറങ്ങാൻ പോവാണ്. നാടിനു വേണ്ടി പണിയെടുത്ത, ഇതിപ്പോ മിഥുനെ പോലെ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിലെ ആളുകളെ പോലെ നാട്ടുകാർക്കും ജനങ്ങൾക്കും വേണ്ടി പണിയെടുത്ത മരണപ്പെട്ടപ്പോൾ അവന്റെ കുട്ടികൾ, കുടുംബം അനാഥമാവാൻ പാടില്ല. അതുകൊണ്ട് ബുധനാഴ്ച ആ പ്രവർത്തനങ്ങളാണ്. ശനിയാഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വരികയാണ്. അടുത്ത വ്യാഴാഴ്ച കൊണ്ടോട്ടിയിലാണ് വീഡിയോ. അങ്ങനെ ഏതൊക്കെ വരുന്നുണ്ടോ നിങ്ങൾ സഹായിക്കണം എന്ന്. നിങ്ങൾ സഹായിച്ചാലേ ഉള്ളൂ നമുക്ക് ആളുകളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നിതിൻ സഹായ സമിതിയുടെ പൊതുസമൂഹത്തിന്, പ്രവാസികൾക്ക്, തൊഴിലാളികൾക്ക്, നാട്ടുകാർക്ക്, ജനകീയ കമ്മിറ്റി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം.